ഹലോ, ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ കരിയർ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനലിന്റെ പ്രത്യേകത എന്താണ്? ഡെയിലി ജോബ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ അക്കാദമിക് അപ്ഡേറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ് ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ചാനൽ. എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, why ask you to subscribe എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. നമുക്കറിയാലോ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ പറഞ്ഞാൽ റിസൾട്ടുകൾ വരുന്ന സമയമാണ്. 10th റിസൾട്ട്, +2 റിസൾട്ട്, അതിപ്പോ സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, എല്ലാത്തിനും റിസൾട്ട് വരുന്ന സമയമാണ്. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സും, അതുപോലെ തന്നെ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സും ഡെയിലി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന, അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ലേണിനോ എന്നുള്ള ചാനൽ. ഓക്കെ, ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും വലിയൊരു നഷ്ടമായിരിക്കില്ലേ. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്കറിയാലോ ഒരുപാട് AI അതുപോലെ തന്നെ ഓട്ടോമേഷൻ ആയിട്ടുള്ള ഒരുപാട് ജോലി സാധ്യതകൾ തുറക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കോഴ്സസിന് ഫ്രീ ആയിട്ട് ജോബ് ട്രെയിനിങ് കോഴ്സസ് സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ട് സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സ് ഈ മാസം മുതൽ ആരംഭിക്കുകയാണ്. അതിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2025 മെയ് 21-നാണ്. അതായത് യുവാക്കൾക്ക് ആധുനിക തൊഴിൽ മേഖലകളിൽ സൗജന്യ പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സമഗ്ര ശിക്ഷാ കേരളം, അതായത് SSKയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രങ്ങളിലെ ആദ്യ ബാച്ച് പരിശീലനം 21-ന് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതില് 210 സെന്ററുകളാണ് ഉള്ളത്. സംസ്ഥാനത്താകെ വിവിധ സ്കൂളുകൾക്ക് അനുബന്ധമായിട്ട് ആരംഭിച്ച 210 സെന്ററുകളായിട്ട് 420 ബാച്ചുകളാണ് കേട്ടോ ഉള്ളത്. 420 ബാച്ചുകളിൽ 25 പേർക്ക് വീതമാണ് പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. ഇതില് ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കും. 16 to 23 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫ്രീ ജോബ് ട്രെയിനിങ് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേരള സർക്കാരിന്റെ ആകുമ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസും അവർ തരും അല്ലെ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10 +1 അതുപോലെ തന്നെ +2 ആണ് ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. 16 to 23 വയസ്സായിരിക്കുമ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപേക്ഷാ ഫോറം സെന്ററുകളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും, അല്ലെങ്കിൽ SSK വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇത് 15 വരെ, നമുക്ക് 15 വരെ സമർപ്പിക്കാവുന്നതാണ്. ഇതില് 25 പേർക്ക് വീതമാണ് ഓരോ സെന്ററുകളിൽ, അതായത് 25 സ്റ്റുഡൻസിനെ ആയിരിക്കും തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞല്ലോ. അത് അങ്ങനെ തെരഞ്ഞെടുക്കുന്നത് അവർ ഇന്റർവ്യൂ വെച്ചിട്ടാണ് കേട്ടോ. മെയ് 16, 17 തീയതികളിലായിട്ട് ഇന്റർവ്യൂ നടത്തിയായിരിക്കും പ്രവേശനം. ഇതിൽ ഇനി ഇപ്പൊ നമുക്കറിയാം, വെക്കേഷൻ ക്ലാസ്സിലാണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസവും വെക്കേഷൻ ടൈമാണ് ഇപ്പോൾ. അപ്പൊ ആഴ്ചയിൽ 5 ദിവസവും ഉണ്ടാകും. അതല്ല, ഇനിയിപ്പോ ക്ലാസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിലും ആയിരിക്കും. ഓക്കെ, എന്തുണ്ടായിരിക്കുക? ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അപ്പോ വളരെ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ജോബ് ട്രെയിനിങ് 16 to 23 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജോബ് ട്രെയിനിങ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരള സർക്കാർ. ഫ്രീ ജോബ് ട്രെയിനിങ് കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10 +1 +2 ആണ്. ഏജ് ലിമിറ്റ് ഉണ്ട്. 16 to 23 ആണ്. 210 സെന്ററുകളാണ് ഉള്ളത്. 420 ബാച്ചസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയ് 15-നുള്ളിൽ ഒന്നില്ലെങ്കിൽ SSK വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് കിട്ടും. അതിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അപേക്ഷാ ഫോറം സെന്ററുകളിൽ ലഭ്യമാണ്. അപ്പൊ എവിടേക്കാണ് സെന്റർ എന്നുള്ള കാര്യങ്ങൾ SSKയുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂവിന്റെ ബേസിസിലായിരിക്കും അതിലെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ അത് ഇന്റർവ്യൂ ഡേറ്റ് നടക്കുന്നത് മെയ് 16, 17 തീയതികളിലായിരിക്കും ഇന്റർവ്യൂ ഡേറ്റ് നടക്കുക. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 29 കോഴ്സസ് ആണ് ടോട്ടല് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. നോക്കിക്കേ, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ, GST അസിസ്റ്റന്റ്, റോബോട്ടിക് ടെക്നീഷ്യൻ, ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ, AI ആൻഡ് മെഷീൻ ലേണിംഗ് ഡേറ്റ അനലിസ്റ്റ് തുടങ്ങി 29 കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. സെന്ററുകളും കോഴ്സുകളും സംബന്ധിച്ച വിവരങ്ങൾ SSK വെബ്സൈറ്റിലും ലഭ്യമാണ്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സുകളാണ് അല്ലെ. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ഇത് മാത്രമല്ല, ഇതിലാകെ ഇപ്പൊ 6 കൊടുത്തിട്ടുള്ളൂ. ഇതിന് 29 കോഴ്സസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏതാണ് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ ട്രെയിനിങ് കോഴ്സ് ആണ്. ഏജ് ലിമിറ്റ് ഉണ്ട്. 16 to 23 ആണ്. ഈ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റും ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അക്കാദമിക് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.